Hello students, conjugate diameters-ന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നമുക്ക് ആ സെക്ഷൻ അവസാനിപ്പിക്കാം. The question is, if P and D are extremities of conjugate diameters of the ellipse, show that the locus of middle point of PD is x square by a square plus y square by b square equal to 1 by 2. Subdivision B, the locus of foot of the perpendicular on PD from the center of the ellipse is a square x square plus b square y square equal to 2 into x square plus y square whole square. And C, the locus of the point of intersection of the tangent set P and D is x square by a square plus y square by b square equal to 2. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? P and D are extremities. P and D are, നമ്മൾ പി ക്യൂ എന്നായിരുന്നു കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സിൻ്റെ എക്സ്ട്രിമിറ്റീസിനെ നേരത്തെ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ക്വസ്റ്റ്യനിൽ എ ബി എന്നോ ഒക്കെ തരാം. അപ്പോൾ നിങ്ങൾ കോൺജുഗേറ്റ് ഡയമീറ്ററിൻ്റെ എക്സ്ട്രിമിറ്റീസിൻ്റെ പേര് മാറിയെന്ന് വിചാരിച്ച് പ്രോപ്പർട്ടീസ് ഒന്നും മാറുന്നില്ല, അത് നോട്ട് ചെയ്യുക. ഫസ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ ലോക്കസ് ഓഫ് മിഡിൽ പോയിൻറ്റ്സ് ഓഫ് പി ഡി ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 by 2. പിയും ഡിയും കോൺജുഗേറ്റ് ഡയമീറ്റേഴ്സിൻ്റെ എക്സ്ട്രിമിറ്റീസ് ആണ്. You know that P A cos theta, B sin theta. The other conjugate diameter has extremity minus A sin theta, B cos theta. Conjugate diameter പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഡിഫർ ബൈ എ റൈറ്റ് ആംഗിൾ എന്നുള്ളതും ASTC റൂളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മറ്റേ എക്സ്ട്രിമിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡി എന്നാണ് പേര്, ക്യൂ എന്നായിരുന്നു നമ്മൾ നേരത്തെ ഇട്ടിരുന്ന പേര് എന്നുള്ളൂ. മറ്റേ കോൺജുഗേറ്റ് ഡയമീറ്ററിൻ്റെ എക്സ്ട്രിമിറ്റി മൈനസ് A sin theta, B cos theta ആയിരിക്കും. Then we have to find the locus of midpoints of conjugate diameters, extremities of conjugate diameters, that is locus of midpoints of PD. Assume that x1 y1 is a midpoint of PD. P എന്താണ്? A cos theta, B sin theta. Q എന്താണ്? മൈനസ് A sin theta, B cos theta. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. എക്സ് കോർഡിനേറ്റ്സ് സം ചെയ്യുക, അതിൻ്റെ ഹാഫ് എടുക്കുക. വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ്സ്? A cos theta and മൈനസ് A sin theta. മിഡ് പോയിന്റ് എടുത്ത എ കോസ് തീറ്റ, സം എടുത്ത എ കോസ് തീറ്റ മൈനസ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2. എ ബൈ 2 കോമൺ ആണ്. എ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. സിമിലർലി ദ വൈ കോർഡിനേറ്റ്സ് ആർ ബി സൈൻ തീറ്റ ആൻഡ് ബി കോസ് തീറ്റ. സം എടുത്ത ബി സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ, മിഡ് പോയിൻ്റാണ് വേണ്ടത്, ഡിവൈഡഡ് ബൈ 2. ബി ബൈ 2 കോമൺ ആണ്. ബി ബൈ 2 ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. നമുക്ക് ലോക്കസ് കണ്ടുപിടിക്കാൻ വേണ്ടി ലോക്കസ് ഓഫ് x1 y1 ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇത്തരം x1 y1ൻ്റെ കളക്ഷൻ കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ട്രിഗ്നോമെട്രിക് ആംഗിൾസ് ഒക്കെ കാണുന്നുണ്ട്. ഈ x1 y1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിംഗിൾ ഇക്വേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ യു ക്യാൻ റൈറ്റ് 2x1 by a ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ആൻഡ് ഫ്രം ദ സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്യുക. 2y1 ഡിവൈഡ് ബൈ ബി ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നെയിം ദീസ് ഇക്വേഷൻസ് ആസ് 3 and 4. നൗ വി ആർ ഗോയിങ് ടു എലിമിനേറ്റ് തീറ്റ. ഇതിൽ നിന്ന് തീറ്റ ഇല്ലാതാകാൻ പോവാണ്. വി ആർ ഗോയിങ് ടു എലിമിനേറ്റ് തീറ്റ ഫ്രം ദ ഇക്വേഷൻസ്. അപ്പോൾ ഈ കിട്ടിയതിൽ നിന്ന് 3യിൽ നിന്നും 4ൽ നിന്നും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുകയാണ്. ദെൻ ദ ലെഫ്റ്റ് സൈഡ് ബിക്കംസ് ഇക്വേഷൻസ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. 2x1 by a ഹോൾ സ്ക്വയർ 4x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ 2y1 by b ഹോൾ സ്ക്വയർ 4y1 സ്ക്വയർ ഡിവൈഡഡ് ബൈ b സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അധികം ടൈംസ് ഒന്നും മിച്ചം ഉണ്ടാകത്തില്ല. സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഇവിടെ നിന്ന് വരും. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 2 തവണ വരും. കോസ് സ്ക്വയർ പ്ലസ് തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. 1 + 1 2 തവണ 1 2. പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ, ഇവിടെ ഉള്ളത് പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അത് ക്യാൻസൽ ചെയ്തു, സിമ്പിളാണ്. അതുകൊണ്ടാണ് വളരെ എളുപ്പം 2 എന്ന് ആൻസർ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡ്സ് സ്ക്വയർ ചെയ്ത് എഴുതി സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കാണിക്കാം, അല്ലാതെയും പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഹിയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ.
-2 sin theta cos theta plus 2 sin theta cos theta cancels. Cos square theta plus sin square theta 2 times. Therefore we get 2 in the right side. അപ്പോൾ ആൻസർ സിമ്പിൾ ആണ്, വളരെ എളുപ്പം ആൻസറായി. x1 y1 സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ. x1 y1 എന്താ, പി ഡിയുടെ മിഡ് പോയിന്റ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പി ഡിയുടെ മിഡ് പോയിന്റ് x2 y2 എന്ന് എഴുതിയാൽ 4x2² / a² plus 4y2² divided by b² equal to 2 എന്ന് കിട്ടും. അപ്പോൾ പേര് കൊടുക്കുന്നതനുസരിച്ച് ഈ ഇക്വേഷനിൽ ആ റോൾ മാറും എന്നേ ഉള്ളൂ. വി ക്യാൻ ജനറലൈസ് ദിസ് ഇക്വേഷൻ മിഡ് പോയിന്റ് ഓഫ് എനി പി ഡി. കോഞ്ചുഗേറ്റ് ഡയമീറ്റേഴ്സ് ഏത് രണ്ടെണ്ണം പരിഗണിച്ച് അതിൻ്റെ എക്സ്ട്രിമിറ്റീസിൻ്റെ മിഡ് പോയിന്റ്, കോഞ്ചുഗേറ്റ് ഡയമീറ്റേഴ്സ് പലതുണ്ട്, എക്സ്ട്രിമിറ്റീസിൻ്റെ മിഡ് പോയിന്റ് ഏതെടുത്താലും ഇതുപോലെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ ഒരു 2 കോമൺ ആയിട്ടുണ്ട്. 4x1² plus 4y1² 4x1² / a² plus 4y1² / b² ഈക്വൽ ടു 2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും 2 കോമൺ ആണല്ലേ. 4 കൊണ്ട് നമുക്ക് എല്ലാ ടൈംസിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണാൻ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും, എലിപ്സിൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധം ഉണ്ടാവും. x1 എല്ലാ ടൈംസിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാതെ നല്ലത്. x1² divided by a² plus y1² / b² ഈക്വൽ ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 2/4 ആവും. ദാറ്റ് ഈസ് 1/2. The general equation is locus of x1 y1 is x² / a² കട്ട് ചെയ്തിട്ട് plus y² / b² equal to 1/2. This is the answer of the first part of the question. Now we have the second part of part B. The locus of the point foot of perpendicular on PD from the center of the ellipse is a² x² plus b² y² equal to 2 into x² plus y² whole square. Locus of the foot of the perpendicular. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. പി ആൻഡ് ഡി ആർ എക്സ്ട്രിമിറ്റീസ് ഓഫ് കോഞ്ചുഗേറ്റ് ഡയമീറ്റേഴ്സ്. പി ഡി അതിനെ ജോയിൻ ചെയ്യുന്ന കോഡ്, എലിപ്സിലെ 2 പോയിന്റ്സ് ആണ്. അപ്പോൾ പിയും ഡിയും അതിനെ ജോയിൻ ചെയ്യുന്ന കോഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പി ഡി ഈസ് എ കോഡ് ഓഫ് ദ എലിപ്സ്. ദെൻ യു ഹാവ് ടു ഡ്രോ ദ perpendicular from center to the center of the ellipse C00 to the point PD. Center C യിൽ നിന്ന് PD യിലേക്ക്, PD is a chord, perpendicular വരയ്ക്കുന്നു. Then the foot of the perpendicular satisfy this equation. Foot of the perpendicular means PDയും PD is a chord. PD യിൽ നിന്ന് വരയ്ക്കുന്ന സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന പി ഡിയിൽ നിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ പി ഡിയെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. സിയിൽ നിന്ന് പി ഡിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ പി ഡിയെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ ലോക്കസ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് പോയിന്റ് ഈസ് കോമൺ ടു ദ കോഡ് പി ഡി ആൻഡ് ദ പെർപെൻഡിക്കുലർ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന തിയറി. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് പി ഡി. സബ്ഡിവിഷൻ B. Equation of PD. P and D are extremities of conjugate diameters. P യിലെ eccentric angle തീറ്റയും അപ്പോൾ ഡിയിലെ eccentric angle മറ്റേ കോഞ്ചുഗേറ്റ് ഡയമീറ്റേഴ്സ് തന്നെയാണ്, ഡയമീറ്ററിൻ്റെ എക്സ്ട്രിമിറ്റിയാണ്. ഡിഫർ ബൈ റൈറ്റ് ആംഗിൾ, അതുകൊണ്ട് ഫൈ എന്ന് എഴുതുന്നതിന് പകരം π/2 പ്ലസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. നൗ വി ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് പി ഡി. പി ആൻഡ് ഡി ആർ പോയിൻറ്റ്സ് വിത്ത് ആംഗിൾ തീറ്റ ഫൈ എങ്കിൽ നിങ്ങൾ കോഡിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയായിരുന്നു? x/a cos തീറ്റ പ്ലസ് ഫൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് y/b സൈൻ തീറ്റ പ്ലസ് ഫൈ തീറ്റ പ്ലസ് ഫൈ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് ഫൈ ഡിവൈഡഡ് ബൈ 2. എലിപ്സിൻ്റെ പാരാമെട്രിക്ക് തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷനാണ്. തീറ്റ ഫൈ എക്സെൻട്രിക് ആംഗിൾസ് ഉള്ള എലിപ്സിലെ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന കോഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതായിരുന്നു. ആ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബട്ട് ദ എക്സെൻട്രിക് ആംഗിൾസ് ആർ തീറ്റ ആൻഡ് π/2 പ്ലസ് തീറ്റ. അപ്പോൾ എന്ത് കിട്ടും? x/a കോസ് ആംഗിൾസ് ആഡ് ചെയ്യുക, അതിൻ്റെ പകുതി തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ പ്ലസ് π/2 അതിൻ്റെ പകുതി 2 തീറ്റയുടെ പകുതി തീറ്റ, π/2ൻ്റെ പകുതി π/4 അല്ലെ 45 ഡിഗ്രി. x/a കോസ് 45 പ്ലസ് തീറ്റ എന്നാവും. അടുത്ത ടൈമിൽ π/b സൈൻ തീറ്റ പ്ലസ് 5/2 തന്നെയാണ്, സെയിം തന്നെ ആയിരിക്കും ആംഗിൾ 45 പ്ലസ് തീറ്റ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കോസ് തീറ്റ മൈനസ് ഫൈ തീറ്റ ഡിഫർ ബൈ എ റൈറ്റ് ആംഗിൾ, അപ്പോൾ തീറ്റ മൈനസ് ഫൈ ഈക്വൽ ടു π/2. തീറ്റ മൈനസ് 5/2 ആണ് നമുക്ക് വേണ്ട ആംഗിൾ, 45 ഡിഗ്രി എന്ന് കിട്ടും.
ഈക്വൽ ടു കോസ് 45 ഡിഗ്രി. ഇതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ AX പ്ലസ് BY ഈക്വൽ ടു C എന്ന് തന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കുക. അതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ലൈനിൻ്റെ ഇക്വേഷൻ AX പ്ലസ് BY ഈക്വൽ ടു C പ്ലസ് ഈക്വൽ ടു 0 എന്തെങ്കിലും എഴുതാം. എന്ന് എക്സിൻ്റെ മേലെ കോഎഫിഷ്യൻസ് ആണ് നമുക്ക് പ്രധാനം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ എന്നാ? ലൈനും പെർപെൻഡിക്കുലറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് -1 ആയിരിക്കും. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് പറയുക? y ഈക്വൽ ടു എന്ന് എഴുതുമ്പോഴാണ്. y ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ b ഇവിടെ നിന്ന് പോകണം, AX അപ്പുറത്തെ സൈഡിൽ പോകണം. അപ്പോൾ AX ഡിവൈഡഡ് ബൈ b എന്നാണ് വരാൻ പോകുന്നത്. മൈനസ് a by b is the slope of this can be written as by equal to c minus ax or y equal to minus a divided by b into x plus c എന്ന് എഴുതാം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ -a by b എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് ഈക്വൽ ടു -1. പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് b by a എന്ന് എഴുതാം. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ എഴുതാം. ഇവിടെ AX പ്ലസ് BY ഈക്വൽ ടു C എന്ന് വന്നപ്പോഴാണ് സ്ലോപ്പ് -a by b വന്നത്. അപ്പോൾ മറ്റേ ലൈൻ എങ്ങനെ എഴുതണം? BX മൈനസ് AY എന്ന് എഴുതിയാൽ BX AY ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് C1 എന്നല്ല എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ സ്ലോപ്പ് എന്തായി? നമ്മൾ -AY ഈക്വൽ ടു BX എന്ന് എഴുതാൻ പോകുന്നത്. അല്ലെ AY ഈക്വൽ ടു BX ഫോമില വരുന്നത്. y ഈക്വൽ ടു b by a എന്ന് സ്ലോപ്പ് കിട്ടും. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് ഈക്വൽ ടു -1. അത്രയൊന്നും ആലോചിക്കണമെന്നില്ല. AX പ്ലസ് BY കാണുന്നിടത്ത് കോഎഫിഷ്യൻസിൻ്റെ എക്സിൻ്റെ മേടെയും കോഎഫിഷ്യൻസിനെ തിരിച്ചിടുക. എവിടെയെങ്കിലും ഒരിടത്ത് മൈനസ് സൈനും കൊടുക്കുക. അപ്പോൾ BX മൈനസ് AY എന്ന് എഴുതാം. കോൺസ്റ്റൻറ്റിന് പ്രാധാന്യമൊന്നും ഇല്ല. അങ്ങനെ എഴുതിയാൽ ആ ലൈൻ, ആദ്യത്തെ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലൈൻ എന്താണെന്ന് നോക്കാം. PD-യുടെ ഇക്വേഷന് x/a cos 45 പ്ലസ് തീറ്റ പ്ലസ് y/b sin 45 പ്ലസ് തീറ്റ ഈക്വൽ ടു cos 45 എന്നാണ്. അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ ഇക്വേഷൻ കിട്ടാൻ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് തിരിച്ചിടുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മൈനസ് സൈൻ കൊടുക്കുന്നു. അപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് എടുത്ത് ഇപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കണം. വൈയുടെ കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? sin 45 പ്ലസ് തീറ്റ ഡിവൈഡഡ് ബൈ b എന്നുള്ളതാണ് വൈയുടെ കോഎഫിഷ്യൻ്റ്. അതെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു. sin 45 പ്ലസ് തീറ്റ ഡിവൈഡ് ബൈ b ഇൻറ്റു എക്സ്. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് വൈക്ക് കൊടുക്കുക. 1/a ഇൻറ്റു കോസ് 45 പ്ലസ് തീറ്റയാണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അതെടുത്ത് വൈക്ക് കൊടുത്തു. സൈൻ എവിടെയെങ്കിലും ഒരിടത്ത് മാറ്റുക. അപ്പം നടുക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. -y/a ഇൻറ്റു കോസ് 45 പ്ലസ് തീറ്റ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കാണാം. പക്ഷേ നമ്മളിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആണ്. സെൻറ്റർ എന്ന് പറയുന്നത് 0 0 ആണ്. ഒരു ലൈൻ 0 0 കൂടെ പാസ് ചെയ്യും. സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആണ്, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യും. ഒരു ലൈൻ 0 0 കൂടെ പാസ് ചെയ്താൽ ലൈനിലെ കോൺസ്റ്റൻറ്റ് വാല്യൂ 0 ആയിരിക്കും. വെൻ വി പുട്ട് x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 യു ഹാവ് ടു ഗെറ്റ് 0. അപ്പോൾ ഏത് ലൈനാണെങ്കിലും സെൻറ്ററിൽ കൂടെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ലൈനിലെ AX പ്ലസ് BY പ്ലസ് സിയിലെ C 0 ആയിരിക്കും. അതുകൊണ്ട് ഈ ലൈൻ സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആണ്. C ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വാല്യൂ ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ മേലെ കോഎഫിഷ്യൻസ് തിരിച്ചിടുക. എവിടെയെങ്കിലും ഒരിടത്ത് മൈനസ് സൈൻ കൊടുക്കുക. അത് പെർപെൻഡിക്കുലർ കിട്ടാൻ റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് ഉണ്ട് സാധാരണഗതിയിൽ. ബട്ട് ഹിയർ ദ ലൈൻ പാസസ് ത്രൂ ദ സെൻറ്റർ. therefore we have to write 0 in the right side. Then assume that x1 y1 is the foot of the perpendicular from C to PD. സിയിൽ നിന്നും PDയിലേക്കുള്ള പെർപെൻഡിക്കുലറിൻ്റെ ഫുട്ട് x1 y1 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ this is the ellipse. Suppose that this is PD. Then this is the center. സെൻറ്ററിൽ നിന്ന് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ഇതാണ്. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ മീൻസ് ദിസ് പോയിൻറ്റ്. PDയിലേക്കുള്ള ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഈ പോയിൻ്റാണ്. അതാണ് നമ്മുടെ x1 y1. ദിസ് ഈസ് അവർ x1 y1. ദെൻ ദാറ്റ് വിൽ ബി എ പോയിൻ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ ആൻഡ് PD. PDയിലെയും പോയിൻ്റ് ആയിരിക്കും, പെർപെൻഡിക്കുലറിലെ പോയിൻ്റ് ആയിരിക്കും. PDയുടെ ഇക്വേഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? PDയിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. What is equation of PD? x/a cos 45 plus theta plus y/b sin 45 plus theta
ഈക്വൽ ടു കോസ് 45 എന്നാണ് പീരിയഡ് ഇക്വേഷൻ. അതിൽ x1 y1 അതിലൊരു പോയിൻ്റാണ്. x1 y1 അതിൽ കൊടുക്കുന്നു, സിമ്പിളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എക്സിന് പകരം x1ഉം വൈക്ക് പകരം y1ഉം കൊടുക്കുക. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ നമ്മൾ പറഞ്ഞു, രണ്ടിലെയും പോയിൻ്റാന്ന് പറഞ്ഞു. ദെൻ രണ്ടാമത്തെ ലൈൻ പെർപെൻഡിക്കുലർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയും ഇതൊരു പോയിൻ്റ് ആയിരിക്കും. അവിടെയും x ഈക്വൽ ടു x1 y ഈക്വൽ ടു y1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഫ്രം ദ സെക്കൻഡ് ഇക്വേഷൻ റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണത്തിന് റൈറ്റ് സൈഡിലും ആക്കിയെടുക്കാം. അതിൽ നിന്ന് നമ്മൾ x1/b sin 45 പ്ലസ് തീറ്റ ഈക്വൽ ടു y1/b cos 45 പ്ലസ് തീറ്റ എന്ന് എഴുതുന്നു. വേണമെങ്കിൽ നമുക്ക് sin 45 പ്ലസ് തീറ്റ എഴുതാം. sin 45 പ്ലസ് തീറ്റ ഈക്വൽ ടു x1/b സൈഡ് മാറി, അതുകൊണ്ട് b/x1 ആവും. ഇവിടെ ഓൾറെഡി ഒരു y1/a ഉണ്ട്. by1 ഡിവൈഡഡ് ബൈ ax1 cos 45 പ്ലസ് തീറ്റ എന്ന് sin 45 പ്ലസ് തീറ്റ എഴുതാം. ഈ വാല്യൂ ആദ്യത്തെ ഇക്വേഷൻ 1 എന്ന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. sin 45 പ്ലസ് തീറ്റയ്ക്ക് ഈ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? x1/a cos 45 പ്ലസ് തീറ്റ പ്ലസ് y1/b ഇൻറ്റു cos sin 40 എവിടെയാണ് നമ്മൾ വാല്യൂ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? sin 45 പ്ലസ് തീറ്റയ്ക്ക് പകരമാണ് വാല്യൂ എഴുതിയിരിക്കുന്നത്. അപ്പോൾ y1/b ഇൻറ്റു sin 45 പ്ലസ് തീറ്റയ്ക്ക് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ച വാല്യൂ by1/ax1 ഇൻറ്റു cos 45 പ്ലസ് തീറ്റ ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുന്നത് ഈക്വൽ ടു cos 45 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x1/a cos 45 പ്ലസ് തീറ്റ ഫസ്റ്റ് ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. x1/a cos 45 പ്ലസ് തീറ്റ പ്ലസ് y1/b ഇൻറ്റു sin 45 പ്ലസ് തീറ്റയുടെ വാല്യൂ കൊടുക്കുന്നു. ദെൻ വി ഗെറ്റ് ദിസ് ഇക്വേഷൻ. ദെൻ യു ക്യാൻ റൈറ്റ്, രണ്ടിടത്തും cos 45 പ്ലസ് തീറ്റ ഉണ്ട്. cos 45 പ്ലസ് റൈറ്റ് സൈഡിലെ cos 45 എന്ന് പറയുന്നത് cos π/4 ആണ്. 1/√2 എന്ന് എഴുതാം. മറ്റിടത്ത് രണ്ടിടത്തും cos 45 പ്ലസ് തീറ്റ കോമൺ ആണ്. കോമൺ ഫാക്ടർ എടുക്കുന്നു. പിന്നെ എന്ത് കിട്ടും? x1/a പ്ലസ് by1² ഡിവൈഡഡ് ബൈ abx1 എന്ന് കിട്ടും. വേണ്ട, b ക്യാൻസൽ ചെയ്യാം. ദെൻ y1² ഡിവൈഡഡ് ബൈ ax1 എന്ന് എഴുതാം. cos 45 പ്ലസ് തീറ്റ ഇൻറ്റു x1/a പ്ലസ് y1² ഡിവൈഡ് ബൈ ax1 ഈക്വൽ ടു 1/√2 എന്ന് കിട്ടും. ഓർ cos 45 പ്ലസ് തീറ്റ ഈക്വൽ ടു, അത് കിട്ടണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി അപ്പുറത്തേക്ക് പോകണം. 1/√2 ഇൻറ്റു ax1 ഈസ് എ കോമൺ ഫാക്ടർ. ax1 കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ ഇവിടെ x1 ഉണ്ടായിരുന്നുള്ളൂ, അത് x1² ആവും. ax1 ഡിവൈഡ് ബൈ x1² പ്ലസ് y1². ഒന്നുകൂടി നന്നായിട്ട് നിങ്ങൾ എഴുതി നോക്കിയാൽ സിംപ്ലിഫിക്കേഷൻ ക്ലിയർ ആവും. ദെൻ sin 45 പ്ലസ് തീറ്റ, അതിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. sin 45 പ്ലസ് തീറ്റയ്ക്ക് നമ്മൾ നേരത്തെ ഒരു എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കിട്ടിയ cos 45 പ്ലസ് തീറ്റയുടെ വാല്യൂ എടുത്ത് കൊടുത്താൽ മതി. sin 45 cos 45ൻ്റെ ടേംസിൽ ഓൾറെഡി by1 ഡിവൈഡ് ബൈ ax1 ഇൻറ്റു cos 45 പ്ലസ് തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. by1/ax1 ഇൻറ്റു cos 45 പ്ലസ് തീറ്റയുടെ വാല്യൂ ഇപ്പോൾ കിട്ടി. അതും കൂടെ അങ്ങ് കൊടുത്താൽ sin 45 പ്ലസ് തീറ്റയുടെ വാല്യൂ ആയി. അത് സിംപ്ലിഫൈ ചെയ്യുന്നു. ദെൻ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ax1 ക്യാൻസൽ ചെയ്യും. ax1 ക്യാൻസൽ ചെയ്യും. by1 ഡിവൈഡ് ബൈ √2 ഇൻറ്റു x1² പ്ലസ് y1² എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. നൗ വി ഹാവ് cos 45 പ്ലസ് തീറ്റ ആൻഡ് sin 45 പ്ലസ് തീറ്റ. സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ സ്ക്വയറിങ് ആൻഡ് ആഡിങ്. തീറ്റ ക്യാൻ ബി ലിമിറ്റഡ്. സ്ക്വയർ ചെയ്തു, ആഡ് ചെയ്തു. a² x1² ഡിവൈഡ് ബൈ √2 2i x1² പ്ലസ് y1² ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ സ്ക്വയർ ചെയ്താൽ b² y1² ഡിവൈഡ് ബൈ 2 ഇൻറ്റു x1² പ്ലസ് y1² ഹോൾ സ്ക്വയർ ഈക്വൽ ടു cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റയാണ്. 45 പ്ലസ് തീറ്റയാണ്. cos സ്ക്വയർ പ്ലസ് sin സ്ക്വയർ ആയിരുന്നു. അവിടെ റൈറ്റ് സൈഡ് 1 എന്ന് കിട്ടും. ഇനി കോമൺ ഡിനോമിനേറ്റർ സിമിലർ ആയിട്ടാണ് കിടക്കുന്നത്. a² x1² പ്ലസ് b² y1² ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 2 ഇൻറ്റു x1² പ്ലസ് y1² ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് എ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ബൈ ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ x1 y1. ഇനി വേറെ പി ഡി എടുക്കാം. സെൻറ്ററിൽ നിന്ന് ആ പി ഡിയിലേക്ക് നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ദെൻ ഓൾസോ ദാറ്റ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ സാറ്റിസ്ഫൈ ദ എ സിമിലർ ഇക്വേഷൻ. x2 y2 ആണ് അന്നേരത്തെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എങ്കിൽ ഇവിടെ 1ന് പകരം 2 വരണം. Hence the locus of x1 y1 or locus of the curve in which all such points lies, that is locus നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിൽ കണ്ടതാണ്. locus of x1 y1 is ഈ 1 കട്ട് ചെയ്താൽ മതി.
a square x square plus b square y square equal to 2 into x square plus y square whole square. Then we have to answer the third part of the question. What is the question? Find the locus of point of intersection of tangents at P and D. Given that it is, we have to prove that it is x square by a square plus y square by v square equal to 2. പിയിലെയും ഡിയിലെയും ടാൻജൻസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈ ലൈനിൽ കിടക്കുന്നു. പിയിലെയും ഡിയിലെയും ടാൻജൻസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ലോക്കസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വി സ്ക്വയർ ഈക്വൽ ടു 2 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. പിയിലെയും ഡിയിലെയും ടാൻജൻസ് ആദ്യം എഴുതേണ്ടി വരും. Subdivision C of the question. We write the tangent at P. P a cos theta b sin theta. Tangent parametric equation വളരെ clear ആണ്. x by a cos theta plus y by b sin theta equal to 1. D is a point. മറ്റേ കോൺജുഗേറ്റ് ഡയമീറ്ററിൻ്റെയാണ്. മൈനസ് എ സൈൻ തീറ്റ ബി കോസ് തീറ്റ. അപ്പോൾ എങ്ങനെ വരും? എ കോസ് തീറ്റ ആയിരുന്നപ്പോൾ എക്സ് ബൈ എ കോസ് തീറ്റ. അതിന് വരെ ഇപ്പം മൈനസ് എ സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് എക്സ് ബൈ എ സൈൻ തീറ്റ എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾ x(1 by a square x(1 by a square plus y(1 by b square equal to 1 എന്നുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഓർക്കുക. അതിൽ x1 ഇപ്പം എന്നാ ഡിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. അതെന്തായിരുന്നു? മൈനസ് എ സൈൻ തീറ്റ എന്നായിരുന്നു. അപ്പോൾ x1 പകരം മൈനസ് എ സൈൻ തീറ്റ കൊടുക്കുക. ഒരേ ക്യാൻസൽ ചെയ്യും, മൈനസ് സൈൻ വരും, മൈനസ് എക്സ് ബൈ എ സൈൻ തീറ്റ എന്ന് കിട്ടും. മൈനസ് എക്സ് ബൈ എ സൈൻ തീറ്റ. y(1 by b square ഡിയുടെ രണ്ടാമത്തെ y കോർഡിനേറ്റ് എന്തായിരുന്നു? മൈനസ് എ സൈൻ തീറ്റ ബി കോസ് തീറ്റ. ബി കോസ് തീറ്റ കൊടുക്കുമ്പോൾ ഒരു ബി ക്യാൻസൽ ചെയ്യും. ദെൻ വി ഗെറ്റ് y by b ഇൻറ്റു കോസ് തീറ്റ. അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. ഈക്വൽ ടു 1 എന്നായിരിക്കും ഡിയിലെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. എന്താ വേണ്ടത്? ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻസ്. ഈ ടാൻജൻസിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒരു പർട്ടിക്കുലർ കർവിൽ കിടക്കും എന്നാണ് പറയേണ്ടത്. അതിന് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മീൻസ് എ പോയിന്റ് ലൈങ് ഓൺ ബോത്ത് ഓഫ് ദ കർവ്സ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മളൊരു പേരും കൊടുക്കുക. ലെറ്റ് x1 y1 ബി ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ദെൻ ദാറ്റ് വിൽ ബി എ പോയിന്റ് ഓഫ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 x1 by a cos തീറ്റ പ്ലസ് y1 by b sin തീറ്റ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇക്വേഷൻ 2 മൈനസ് x1 ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു മിസ്റ്റേക്ക്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്, മൈനസ് x1 ബൈ എ എന്നാണ്, ബി എന്നല്ല. രണ്ടാമത്തെ ഇക്വേഷനിലാണ് കൊടുക്കുന്നത്. ഇവിടെ പ്രിൻറ്റിങ്ങിൽ മിസ്റ്റേക്ക് വന്നതാണ്. മൈനസ് x1 ബൈ എ സൈൻ തീറ്റ പ്ലസ് y1 ബൈ ബി കോസ് തീറ്റ ഈക്വൽ ടു 1. ഇത് ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജസ് ആണ് ഞാൻ ഫോട്ടോ എടുത്ത് കോപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കാണ്. മൈനസ് x1 ബൈ എ എന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ x1 y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൂ. x1 y1 ഈസ് എ പോയിന്റ് ഓഫ് ബോത്ത് ഓഫ് ദ ലൈൻസ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദീസ് ലൈൻസ് വി ഗെറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇത് നമ്മൾ സോൾവ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് എന്നാ വേണ്ടത്? x1 y1ൻ്റെ ലോക്കസ്. x1 y1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഈ തീറ്റ എലിമിനേറ്റ് ചെയ്താൽ മതി. സാധാരണ മാർഗ്ഗങ്ങൾ നിങ്ങൾക്കറിയാം. കോസ് തീറ്റ സൈൻ തീറ്റ ആകുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള റിലേഷൻ ഉപയോഗിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ ഈ ടേംസിനെ സ്ക്വയർ ചെയ്ത്, രണ്ട് ഇക്വേഷൻസിലെയും ടേംസിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ ഇവിടെ x1 സ്ക്വയർ ബൈ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. ഇവിടെയും x1 സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ, മൈനസ് ഉണ്ട് പക്ഷേ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും. സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? x1 സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇവിടെ അതുപോലെ y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നാണ്. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഇതൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് രണ്ട് ലെഫ്റ്റ് സൈഡും വരുന്നത്. ഇവിടെയുണ്ട് 2ab ടൈം 2x1 ബൈ എ കോസ് തീറ്റ പ്ലസ് y1 ബൈ ബി സൈൻ തീറ്റ. പക്ഷേ ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് വരാൻ പോകുന്നത്. മൈനസ് 2x1 ബൈ എ സൈൻ തീറ്റ y1 ബൈ ബി കോസ് തീറ്റ. ടൈംസ് സിമിലർ ആയിരുന്നു, സൈനിലെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോയി. റൈറ്റ് സൈഡിൽ 1 സ്ക്വയർ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ടേംസിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ 1 + 1 2 എന്ന് വരും. ലോക്കസ് ഓഫ് സച്ച് പോയിൻറ്റ്സ് x1 y1 ഈസ് 1 കട്ട് ചെയ്താൽ ലോക്കസ് കിട്ടും. x സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 2. ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ആദ്യത്തെ പ്രോബ്ലത്തിൽ അതായത്. രണ്ടാമത്തേൽ ഒരു ലൈൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്തത്. പെർപെൻഡിക്കുലർ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ ലോക്കസ് ആയിരുന്നു നമുക്ക് വേണ്ടത്. അതാണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. മൂന്നാമത്തതിൽ
രണ്ട് പോയിന്റിലെ ടാൻജൻസ് എഴുതി, രണ്ടിനും കോമൺ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, കോമൺ ആയിട്ടുള്ള പോയിന്റിൻ്റെ ലോക്കസ് എന്നാണ്. ലോക്കസ് എന്നുള്ള കൺസെപ്റ്റ്, എലിപ്സിൻ്റെ കോഡ്, ടാൻജൻറ്റ് ഒക്കെ അറിയാമെങ്കിൽ ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രോബ്ലമാണ്. അതുകൊണ്ട് സിംപ്ലിഫിക്കേഷനൊക്കെ എഴുതി വേണ്ട ഇക്വേഷനിൽ എത്തുക എന്നുള്ളൊരു കാര്യമുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.